3 months. ഞാൻ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുവെങ്കിൽ M1 D1 സമം M2 D2 ആണ്. ഈ ഫോർമുല ഓർത്തിരിക്കുക. ഒരു ജോലി ചെയ്യുന്നതിന് 20 ആളുകൾക്ക് 6 ദിവസം വേണം എങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? ഇവിടെ M1 എന്ന് പറയുന്നത് 20, എത്ര ദിവസം? D1 6 ദിവസം. M2 8 ആളുകൾക്ക് X ദിവസം വേണം. നമുക്ക് M2 D2 = M1 D1. M2 D2 അതായത് 8 ആളുകൾക്ക് X ദിവസം. 8 × X സമം M2 D2 = M1 D1. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 8 × X സമം 20 × 6. X സമം 20 × 6 കൂടെ കിടക്കുന്ന അനുസരിച്ച് ഹരിച്ചു 15. ഓപ്ഷൻ എ ആണ് ഉത്തരം. 15 ദിവസം വേണം. 8 ആളുകൾക്ക് 15 ദിവസം വേണം. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുവെങ്കിൽ M1 D1 = M2 D2. ഇവിടെ ഒരു ജോലി ചെയ്യുന്നതിന് 20 ആളുകൾക്ക് 6 ദിവസം, അതായത് M1 D1 20 ആളുകൾ. M1 എന്ന് പറയുന്നത് 20, 6 ദിവസം D1. M2 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? X ദിവസം, അതായത് M2 D2 = M1 D1. X × 8, 8 × X സമം 20 × 6. X സമം 20 × 6/8, 15. ഓപ്ഷൻ എ ആണ് ഉത്തരം. 15 ദിവസം വേണം. ഇത് ഓർത്തിരുന്നാൽ മതി. M1 D1 = M2 D2 എന്നുള്ള ഫോർമുല. ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുവെങ്കിൽ M1 D1 = M2 D2. ഈ ഫോർമുല ഓർത്തിരിക്കുക. ഇവിടെ ഒരു ജോലി ചെയ്ത് തീർക്കാൻ 8 ആളുകൾക്ക് 15 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 10 ആളുകൾക്ക് എത്ര ദിവസം വേണം എന്ന് നോക്കിയാൽ 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര പേരെ കൂടുതൽ നിയമിക്കണം? അതായത് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 8 ആളുകൾക്ക് 15 ദിവസം വേണം. എന്നാൽ 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര പേരെ നിയമിക്കണം? അതായത് M1 D1 = M2 D2. അതായത് 8 ആളുകൾക്ക് 15 ദിവസം. M1 D1 = എത്ര പേരാണ്? M2 നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് M2 അങ്ങനെ തന്നെ ഇട്ടു. × 10 ദിവസം. അതായത് M2 കാണാൻ എന്ത് ചെയ്താൽ മതി? കൂടെ കിടക്കുന്ന 10 കൊണ്ട് ഹരിച്ചാൽ മതി. 8 × 15 / 10. 5 വെച്ച് 8 12. അപ്പോൾ M2 എന്ന് പറയുന്നത് 12 പേര് വേണം 10 ദിവസം കൊണ്ട്. ഈ ചോദ്യം നല്ലതുപോലെ വായിക്കുക. 10 ദിവസം ആദ്യം 8 ആളുകളായിരുന്നുള്ളത്. അപ്പോൾ 8ൻ്റെ കൂടെ 4 പേരും കൂടെ കൂടുതൽ വേണം. അതായത് 12ൽ നിന്ന് ആദ്യമുള്ള ആളെ കുറച്ചാൽ മതി. എത്ര പേര് കൂടുതൽ വേണമെന്നറിയാൻ ഓപ്ഷൻ എ 4 പേരാണ് ഉത്തരം. അതായത് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 8 ആളുകൾക്ക് 15 ദിവസം വേണമെന്ന് തന്നിട്ടുണ്ട്. എന്നാൽ 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര പേരെ കൂടുതൽ നിയമിക്കണം? 8 പേരുടെ കൂടെ എത്ര പേരും കൂടി വേണമെന്ന് ചോദ്യം. അതായത് 8 × 15 M1 D1 = M2 D2. M2 അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു. M2 × 10. D2 അറിയാം 10 ദിവസം എന്നാണ്. അപ്പോൾ M2 സമം 8 × 15 കൂടെ കിടക്കുന്ന 10 കൊണ്ട് ഹരിക്കുന്ന നമുക്ക് 12 എന്ന് കിട്ടും. അതായത് 12 പേര് വേണം 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം. M2 കിട്ടി. അതായത് ആദ്യത്തേതിനേക്കാൾ എത്ര കൂടുതൽ വേണം? 8നേക്കാൾ എത്ര കൂടുതലാണ് 12? 4 പേരെയും കൂടെ നിയമിക്കണം. അതായത് 12ൽ നിന്ന് ആദ്യത്തേത് കുറച്ചാൽ മതി. എത്ര പേരെയും കൂടെ നിയമിക്കണമെന്നറിയാൻ 4. ഓപ്ഷൻ എ ആണ് ഉത്തരം. എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി അതേ ജോലി Y ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നുവെങ്കിൽ എയും ബിയും കൂടി 2 പേരും കൂടി ആ ജോലി പൂർത്തിയാക്കാൻ ഈ ഫോർമുല ഓർത്തിരിക്കുക. XY/X+Y ദിവസമാണ്. ഷോർട്ട് കട്ടാണ്. അതായത് എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി അതേ ജോലി Y ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നെങ്കിൽ 2 പേരും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? XY/X+Y ദിവസം വേണം. അതേപോലെയുള്ള ഒരു ചോദ്യമാണിത്. PSC ക്വസ്റ്റ്യൻ. രാമന് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. റഹീം അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 2 പേരും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അതായത് XY/X+Y. അത് ഓർത്താൽ മതി. XY അതായത് 10 × 5/10 + 15, അതായത് 50/15.
10/3. 10/3 എന്ന് പറഞ്ഞാൽ 10നെ 3 വെച്ച് കഴിക്കണം. 3 3 9 ശിഷ്ടം 1. ഈ വിഷമ ഭിന്നത്തെ മിശ്രഭിന്നം ആക്കണം. മിശ്രഭിന്നമായിട്ടാണ് ഇവിടെ ഉത്തരം കൊടുത്തേക്കുന്നത്. നോക്കാം നമുക്ക്. ഹരണബലം 3 ശിഷ്ടം 1 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 3 കൊണ്ട് ഹരിച്ചപ്പോൾ. 3 3 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് കൂടി പറയാം. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുന്നെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് എത്ര ദിവസം എടുക്കുമെന്നറിയാൻ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. XY/X+Y. അന്നേരം നമുക്ക് XY അതായത് 10×5/10+5 അത് ഓർത്താൽ മതി. 50/15 5 3 10/3. 10നെ 3 കൊണ്ട് ഹരിക്കുക. 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 3 9 ശിഷ്ടം 1. ഉദാഹരണം 10നെ 3 കൊണ്ട് ഹരിക്കുക. 10നെ 3 കൊണ്ട് ഹരിക്കും 3 3 9 ശിഷ്ടം 1. അതായത് ഇവിടെ ഹരണബലം 3 ശിഷ്ടം എത്ര വന്നു? 1. അത് മുകളിൽ എഴുതുക. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 3 കൊണ്ട്. 3 3 ദിവസം. ഓപ്ഷൻ എ 3 3 ഉത്തരം. ഓപ്ഷൻ എ 3 3 ഉത്തരം. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് എത്ര ദിവസം എടുക്കുമെന്ന് അറിയാം. XY/X+Y. ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സും വൈയും ഉണ്ട്. X×Y/X+Y 10/3. എയും ബിയും കൂടി ഒരു ജോലി 10 ദിവസം കൊണ്ടും ബിയും സിയും കൂടി അതേ ജോലി 15 ദിവസം കൊണ്ടും എയും സിയും കൂടി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടി 3 ആളും കൂടെ എത്ര ദിവസം എടുക്കുമെന്ന് ചോദ്യം. എയും ബിയും കൂടി എക്സ് ദിവസവും ബിയും സിയും കൂടി വൈ ദിവസവും എയും സിയും കൂടി ഇസഡ് ദിവസവും ആണെങ്കിൽ A+B+എയും ബിയും സിയും കൂടി 2XYZ/XY+YZ+ZX ഓർത്തിരിക്കുക. ഷോർട്ട് ഫോമിൽ ഓർത്തിരിക്കുക. ഷോർട്ട് കട്ടാണ്. ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. 2×10×15×12 ബൈ 10×15 പ്ലസ് 15×12 പ്ലസ് 10×12 അതായത് 2×10×15×12 ബൈ 150 പ്ലസ് 180 പ്ലസ് 120 അതായത് 2×10×15×12 ബൈ 450. 0 0 കട്ട് ചെയ്ത് 15 3 45 3 4 2×4 അതായത് 8 ദിവസം. 8 ദിവസം 3 ആളും കൂടെ ചെയ്യാം. ഈ ഷോർട്ട് കട്ട് ഓർത്തിരുന്നാൽ മതി. എയും ബിയും കൂടി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും കൂടി വൈ ദിവസം കൊണ്ടും എയും സിയും കൂടി ഇസഡ് ദിവസം കൊണ്ടും ചെയ്ത് തീർക്കും. 3 ആളും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? ഈ ഷോർട്ട് കട്ട് ഫോമിൽ ഓർത്തിരുന്നാൽ 2XYZ/XY+YZ+ZX. ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ മതി. XY/YZ+ZX. രണ്ടാളും ഗ്രൂപ്പ് ചെയ്താണല്ലോ. അങ്ങനെ ഓർത്താൽ മതി. 2 ഓർത്തിരിക്കാൻ മുകളിൽ ഈ 2 പേര് ചെയ്യുന്നതായുണ്ട്. 3 പേരുടെ ദിവസം ഉണ്ട്. അതായത് 8 ദിവസം കൂടി 3 ആളും കൂടെ 8 ദിവസം കൊണ്ടാണ് ജോലി ചെയ്ത് തീർക്കുക. ഈ ഷോർട്ട് കട്ട് ഫോർമുലാസൊക്കെ ഓർത്തിരിക്കുക. ഓർത്തിരുന്നാൽ നമുക്ക് എക്സാം ഹോളിൽ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഇത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ ഫലപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.